ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ കണ്ടിരിക്കേണ്ട 5 ആക്ഷൻ ചിത്രങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ്. നമ്പർ 1, ഏകലവ്യൻ. ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ രഞ്ജിത്ത് പണിക്കർ തിരക്കഥ എഴുതി അവതരിപ്പിച്ച ചിത്രമാണ് ഏകലവ്യൻ. അത് 93-ലെ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് ഹിറ്റുകളിലൊന്നാണ്. നരേന്ദ്രപ്രസാദ്, വിജയരാഘവൻ, സിദ്ദിഖ് മുതലായവരാണ് ഈ പടത്തിൽ കോ ആക്ടേഴ്സായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. സുരേഷ് ഗോപി നർക്കോട്ടിക് സെല്ലിന്റെ തലവനായ മാധവൻ IPS എന്ന കോപാകുലനായ പോലീസ് ഓഫീസറാണ് ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ചടുലമായ സംഭാഷണങ്ങളും ഒട്ടനവധി അഭിനയ മുഹൂർത്തങ്ങളും സമ്മാനിച്ച ഈ സിനിമ മലയാളത്തിന് നൽകിയിരിക്കുന്നത് പുതിയൊരു സൂപ്പർ സ്റ്റാറിനെ ആയിരുന്നു. സുരേഷ് ഗോപി അന്ന് മുതലാണ് ആക്ഷൻ ഹീറോ പരിവേഷം ഏറ്റെടുക്കാൻ തുടങ്ങിയത്. അതിൽ കൂടി തന്നെ സുരേഷ് ഗോപി എസ്റ്റാബ്ലിഷ്ഡ് ഹിം ആസ് എ ബാങ്കബിൾ സ്റ്റാർ ഓഫ് ദ മലയാളം ഫിലിം ഇൻഡസ്ട്രി. രണ്ടാമത്തെ മികച്ച ചിത്രമാണ് മാഫിയ. സുരേഷ് ഗോപിയും വിക്രമുമാണ് ഇതിൽ മെയിൻ റോളുകളിൽ എത്തിയിരിക്കുന്നത്. ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ രഞ്ജിത്ത് പണിക്കറാണ് ചിത്രം രചിച്ചിരിക്കുന്നത്. ഇത് മസ്റ്റ് വാച്ച് മൂവിയാണ്. IPS ഓഫീസറാകാൻ കൊതിക്കുന്ന സുരേഷ് ഗോപിയും പിന്നെ സ്വന്തം ജ്യേഷ്ഠന്റെ മരണത്തിനിടയായവരെ തകർക്കാൻ വേണ്ടി സുരേഷ് ഗോപി നടത്തുന്ന യുദ്ധങ്ങളുമാണ് പ്രമേയം. പിന്നീട് കണ്ടിരിക്കേണ്ട ചിത്രമാണ് കമ്മീഷണർ. സുരേഷ് ഗോപി ആസ് ഭരചന്ദ്രൻ IPS. മോഹൻ തോമസ് എന്ന പൊളിറ്റിക്കൽ കിങ് മേക്കർക്കെതിരെ ഭരചന്ദ്രൻ നടത്തിയ ഒറ്റയാൾ പോരാട്ടങ്ങളുടെ കഥ പറയുന്ന സിനിമയാണ് കമ്മീഷണർ. സംഭാഷണ മികവ് കൊണ്ടും സുരേഷ് ഗോപിയുടെ ചടുലമായ അഭിനയങ്ങൾ കൊണ്ടും സിനിമയെ വേറൊരു തലത്തിലേക്ക് എത്തിക്കുന്നു. സംവിധാനം ചെയ്തിരിക്കുന്ന ഷാജി കൈലാസ് ആണ്, രചന രഞ്ജിത്ത് പണിക്കരാണ്. നാലാമത്തെ ചിത്രമാണ് യുവതുർക്കി. ഭദ്രന്റെ സംവിധാനത്തിൽ സുരേഷ് ഗോപി, വിജയശാന്തി, രതീഷ്, ഗീത തുടങ്ങിയ പ്രധാന വേഷത്തിലെത്തിയ ചിത്രത്തിൽ ഈ ചിത്രത്തിൽ സിദ്ധാർത്ഥ എന്നൊരു സ്ട്രോങ് ക്യാരക്ടറാണ് ചെയ്യുന്നത്. കൂട്ടത്തിൽ വിജയശാന്തി ലേഡി ആക്ഷൻ സ്റ്റാർ എന്നൊരു പദവിയിലിരിക്കുന്ന സമയത്ത് അഭിനയിച്ച ചിത്രം കൂടിയാണ്. അവരുടെ സാമീപ്യം കൊണ്ടും ഈ പടം മിനി സ്ക്രീനിൽ ഒരു വലിയ ഹിറ്റാൻ സാധിച്ചു. ഫൈനലി അഞ്ചാമത്തെ ചിത്രമാണ് മഹാത്മാ ദ ഗ്രേറ്റ്. സുരേഷ് ഗോപി, T. ദാമോദരന്റെ രചനയിൽ ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ ദേവദേവൻ എന്ന ഒരു അണ്ടർവേൾഡ് ഡോണിന്റെ ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് പ്രാവശ്യം മിനി സ്ക്രീനിൽ കണ്ട സിനിമയാണ്. വളരെ നല്ല സിനിമയാണ്. കാലത്തിന് അതീതമായി സഞ്ചരിച്ച സിനിമ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പൊ കണ്ടാലും ഇന്നത്തെ സാഹചര്യത്തിൽ, നേരത്തെ കണ്ടാലും ഇന്നത്തെ സാഹചര്യത്തിൽ കണ്ടു കഴിഞ്ഞാലും സിനിമയുടെ കഥയും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഒരുപാട് മാച്ചിങ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഞാൻ ഈ പറഞ്ഞ 5 സിനിമകളാണ് സുരേഷ് ഗോപി ആക്ഷൻ ഹീറോയാക്കിയ സിനിമകൾ. അപ്പോൾ സുരേഷ് ഗോപിയുടെ ഒട്ടനവധി ആക്ഷൻ രംഗങ്ങളും ഉദ്യോഗജനകമായ സീനുകളും ഉള്ള സിനിമകളാണ്. അപ്പോൾ സമയം കിട്ടുമ്പോൾ കാണുക. വീഡിയോയുമായി പിന്നെ കാണാം. ബൈ.